രാമേന്ദ്രൻ സാറ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ രവിശങ്കർ അദ്ദേഹത്തെ നേരിട്ടറിയാം, വളരെ പരിചയമുണ്ട്. ആ ഒരു മഹാമനുഷ്യൻ്റെ ഒരു ജീവിത കഥ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം നമുക്ക് ചാനലിൽ കൂടി പ്രേക്ഷകർ. അതായത് ഇന്ത്യയുടെ പുണ്യം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലാണ് ഈ ഋഷി പരമ്പരകൾ, ഗുരു പരമ്പരകളൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ വിവേകാനന്ദ സാഹിത്യ സർവസ്വം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവാചകന്മാർ മുഴുവൻ ഈ കിഴക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റോ അങ്ങനെ ഒരു വിഭാഗം ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നവരാണ്. ആന്തരിക ജീവിതം നമുക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ നമ്മുടെ എഴുത്തുകാർ അവരുടെ പേരുകളൊന്നും അവരുടെ കൃതികളിൽ വെച്ചിട്ടില്ല. നമുക്ക് ധാരാളം കൃതികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വ്യാസൻ്റെതാണ് മഹാഭാരതം എന്ന് പറയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടോ വീടോ എത്ര വ്യാസന്മാരുണ്ട്, ഈ വ്യാസനായിരിക്കില്ല, പല വ്യാസന്മാരുണ്ട്, ഇങ്ങനെ. അതുപോലെ കർണാടക സംഗീതം നോക്കുമ്പോൾ അവസാനം ത്യാഗരാജാന്നോ ദീക്ഷിതർക്കാണെങ്കിൽ ഗുരുഗുഹ എന്നാണ്. ദീക്ഷിതർന്ന് പേരൊന്നും വെച്ചിട്ടില്ല, ഒരു മുദ്ര എന്ന് പറയും കർണാടക സംഗീതത്തിൽ. അതായത് നമ്മളെ തന്നെ മറയ്ക്കുക, അല്ലേ? അങ്ങനെയാണ് ആന്തരിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഗുരുപരമ്പരകളൊക്കെ. അതായത് അദ്വൈതം കൈമാറുക എന്നുള്ള തരത്തിൽ. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമൊക്കെ നോക്കിയാൽ അതിഗംഭീരമായിരുന്നു ഈ ഗുരുപരമ്പര സാന്നിധ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ചെറിയ കേരളത്തിൽ പോലും അങ്ങനെയായിരുന്നു. നമ്മൾ ഇന്ത്യ മുഴുവൻ എടുത്ത് നോക്കുക. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഗാന്ധി, രമണ മഹർഷി, അരവിന്ദ മഹർഷി, പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അല്ലേ, തൈക്കാട്ട് അയ്യാ സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ആ കാലഘട്ടം അതിഗംഭീരമാംവിധം സമ്പന്നമായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പത്തെ ഒരു എപ്പോക് മേക്കിംഗ് എന്ന് പറയും. നമുക്ക് ഈ സത്യത്തിൽ നമ്മൾ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോകാനല്ല ഇഷ്ടപ്പെടുക. യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്, പാശ്ചാത്യ സംസ്കാരത്തിൽ അങ്ങനെയാണ്. അവർ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോയിട്ട്, സൈക്യാട്രിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് മരുന്നുകൾ ഗുളികകളൊക്കെ കഴിക്കുക എന്നുള്ള രീതിയാണ്. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത്, നമുക്ക് അങ്ങനെ 5000 കൊല്ലത്തെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന വിധത്തിൽ മഹർഷിമാരുടെ സാന്നിധ്യമൊക്കെ നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ ഉണ്ട്, വലിയ സാന്നിധ്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഗുരുപരമ്പരകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗോത്രത്തിൽ തന്നെയാണ് ശ്രീ രവിശങ്കറും ജനിച്ചത്. ശ്രീ രവിശങ്കർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ധാരാളം സന്യാസിമാരും ഋഷീശ്വരന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഭാരതമാണ്. അത് ഇപ്പോഴും ബാക്കിയുള്ള രാജ്യങ്ങൾ അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇദ്ദേഹം ഒരു വ്യത്യസ്തനാണ്. ചില വ്യായാമ മുറകൾ കൂടി യോഗ, ധ്യാനം, ഈ ധ്യാനം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ അഹം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന വിധം വെറും സാധാരണക്കാരനെ കൊണ്ട് പോലും തൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായ ശ്വസനത്തിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അല്ലെ വേറെ ഈ അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു വലിയ സന്യാസിയായിട്ടാണ് എനിക്ക് ഇന്ത്യയിൽ ഇദ്ദേഹമല്ലാതെ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ആഴമുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അല്ല, ഗുരുക്കന്മാർക്ക് നമ്മൾ ആഴം നോക്കേണ്ടതില്ല. പക്ഷെ സദ്ഗുരുവും ഈ ലളിതമായി ആളുകളോട് സംവദിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ വേദാന്തം എന്ന് പറയുന്നത് വലിയ കടിച്ചപ്പൊട്ടാത്തൊരു സംഭവമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെയല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വേര് പിടിച്ചത്, ഇപ്പോൾ രാമനാമം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇത് വേര് പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തി പ്രസ്ഥാനത്തിൽ കൂടിയാണ് സാധാരണ മനുഷ്യരിലേക്ക് എത്തുന്നത്. ഗാന്ധി തന്നെ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, സൈദ്ധാന്തികമൊന്നും പറഞ്ഞാൽ നടക്കില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന ആളുകളെ പറ്റി പറയുന്നു എന്ന് പറയുന്ന പോലെ. ഇതിപ്പോൾ വിവേകാനന്ദൻ്റെ, ഇപ്പോൾ സത്യത്തിൽ അതാണ് ഞാൻ ഈ പരമ്പര എന്നൊക്കെ പറയുന്നത്. വിവേകാനന്ദനും ഇങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലം കിടപ്പുണ്ടല്ലോ, വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനുമുണ്ട്. ഇദ്ദേഹം പഠിച്ചത് ഫിസിക്സാണ്.
അപ്പോൾ ആ പാരമ്പര്യത്തിൽ അദ്ദേഹം പ്രാണായാമത്തിനെ പറ്റി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ശ്രീ രവിശങ്കറൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യകാലത്ത് കാണുമ്പോൾ അദ്ദേഹം വ്യക്തിത്വ വികസന ക്ലാസ് AKG സെൻറ്ററിൽ ഒരിക്കൽ വ്യക്തിത്വ വികസന ക്ലാസ് അദ്ദേഹം എടുക്കാൻ വന്നതായിട്ടാണ്. അന്ന് അദ്ദേഹം വലിയൊരു സ്വാമിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പത്രങ്ങളിൽ, ഇങ്ങനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഈ ട്രാൻസ്ഫർമേഷനൊക്കെ വരുന്നത്, ഈ സന്യാസി. പക്ഷേ ആ ട്രാൻസ്ഫർമേഷൻ സന്യാസത്തിലേക്ക് പോകുന്ന മനുഷ്യരിലൊക്കെ അതിൻ്റെ ബീജാവാപം നേരത്തെ തന്നെ നടന്ന് കാണുമല്ലോ. അങ്ങനെയാണ് ഇദ്ദേഹം ജനിച്ചത് പാപനാശത്താണ്. ഈ പാപനാശം നമ്മൾ നോക്കുമ്പോൾ വലിയ ദൂരമൊന്നുമല്ല കേരളത്തിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാവുന്നതേ ഉള്ളൂ. ആ വഴി കൂടി ഞാൻ മധുരയിൽ നിന്ന് ബസ്സിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. പുനലൂരിലൊക്കെ വന്നിറങ്ങി 4-5 ബസ് കയറി എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ട്. മധുരയിൽ പോയി. പാപനാശം ശിവൻ, പാപനാശത്ത് ജനിച്ച വലിയ സംഗീതജ്ഞനാണ്. ഈ പാപനാശം ശിവൻ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുണ്ട് സംസ്കൃത കോളേജിൽ. അതുപോലെ ഈ പാപനാശം ശിവൻ്റെ സഹോദരനാണ് ഈ മറ്റേ വൈക്കത്തുള്ള ജാനകിയുടെ, നമ്മുടെ MGRൻ്റെ ഭാര്യയായിരുന്ന ജാനകിയുടെ അച്ഛൻ രാജഗോപാല അയ്യർ, അദ്ദേഹം പാപനാശം ശിവൻ്റെ സഹോദരനായിരുന്നു. കേരളവുമായിട്ടൊക്കെ ഈ പാപനാശം എന്ന് പറഞ്ഞ സ്ഥലത്തിന്, ഈ ശ്രീ ജനിച്ച സ്ഥലത്തിനൊക്കെ അടുപ്പം ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ജനിച്ചത് ആദിശങ്കരൻ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശങ്കർ എന്നാണ് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ രവിശങ്കർ എന്നാണ് പിന്നെ മുഴുവൻ പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ശ്രീ എന്ന് വരാനുള്ള കാര്യം സിത്താർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കറിനെ കണ്ടപ്പോൾ, രവിശങ്കർ ഓൾറെഡി ബീറ്റിൽസിൻ്റെ കൂടെയൊക്കെ നടന്നിരുന്ന ആളാണല്ലോ, അതൊക്കെ അത്ഭുതമാണല്ലോ. അവരുടെ കൂടെ ഒരു സിത്താറിസ്റ്റൊക്കെ ആയിട്ട് നടന്നൊരു കാലഘട്ടമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധമൊക്കെ ഉണ്ടല്ലോ, പാകിസ്ഥാൻ. അക്കാലത്ത് ജോർജ് ഹാരിസൻ്റെയൊക്കെ കൂടെ ഈ ബംഗാളിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി ബീറ്റിൽസ് അമേരിക്കയിലൊരു സംഗീത വിരുന്നൊരുക്കിയിരുന്നു, ടിക്കറ്റ് വെച്ചിട്ട്. ആ പൈസ ആ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നവർക്ക് വേണ്ടി, അത് ബീറ്റിൽസ് നടത്താനുള്ള കാര്യം തന്നെ ഈ മറ്റേ ഈ പണ്ഡിറ്റ് രവിശങ്കറായിരുന്നു. അപ്പോൾ രവിശങ്കറും ഈ ശങ്കറും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പണ്ഡിറ്റ് രവിശങ്കർ പറഞ്ഞു, രവിശങ്കർ എന്നുള്ള എൻ്റെ പ്രശസ്തി അങ്ങ് റാഞ്ചി കൊണ്ടുപോകുമെന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക് എന്ന്. അന്നാണ് അദ്ദേഹം ശ്രീ എന്നുള്ളത് പേരിൻ്റെ കൂടെ ചേർത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രസകരമായ ഒരു കഥ. അദ്ദേഹം 1982 നേരത്തെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാണായാമത്തിനെ പറ്റിയൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ വിവേകാനന്ദൻ എഴുതിയത് സാഹിത്യ സർവസ്വത്തിൽ. ആ പ്രാണായാമം എന്ന് പറഞ്ഞ ലേഖനം വായിച്ചിട്ട്, ആ പ്രാണായാമം ഇങ്ങനെ വിരലുകളൊക്കെ അദ്ദേഹം വിവരിച്ച തരത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടൊക്കെ ഉണ്ട് പൂജാമുറിയിലൊക്കെ. ആ പ്രാണായാമം ഈ ജനങ്ങളിലേക്ക് ഈ ലളിതമായി മാർക്കറ്റ് ചെയ്തതാണ് സുദർശനക്രിയ എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്താം. എന്തായാലും സുദർശനക്രിയ വളരെ പ്രചാരമുള്ളതാണ്. അതിന് കൊണ്ട് ഗുണം കിട്ടുന്നതായിട്ട് ആളുകൾ ധാരാളം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് ആ ശ്വസന താളത്തിനെ നിയന്ത്രിച്ച് ഒരു ജീവിത താളം സൃഷ്ടിക്കുക, ജീവിതത്തിനൊരു താളക്രമം ഉണ്ടാക്കുക. അതാണല്ലോ നമ്മുടെ മനസ്സ് കുറേ കൂടിയൊക്കെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ദുർവിചാരങ്ങളിൽ നിന്നും മുക്തമാക്കുക, ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ മനസ്സിരിക്കുക എന്ന് പറയുമല്ലോ. അതിൽ ഈ ദുശ്ചിന്തകളൊന്നുമില്ലാതെ ക്ലീനായിട്ടിരുന്നാൽ ജീവിതം മര്യാദയ്ക്ക്. അങ്ങനെ ആ മനസ്സിലെ വിചാരങ്ങളുടെ മാലിന്യങ്ങളെ ഈ ശ്വസനം ക്രിയ കൊണ്ട് തുടച്ചു നീക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ട് സാർ. അതായത് സാധാരണ ഒരു മനുഷ്യന് ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഒരു സന്യാസി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ വളരെ കഠിനമായ പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്, തപസ് ആവശ്യമുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു
അഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് സാധാരണക്കാരനെയും ഒരു പ്രത്യേക താളത്തിൽ ശ്വസനം ക്രമീകരിച്ചാൽ അവൻ കുറച്ചെങ്കിലും മനസ്സിന് നിയന്ത്രണമുള്ളവനായി മാറുകയും സമൂഹത്തിന് അല്ലെങ്കിൽ അവനും സമൂഹത്തിന് ആവശ്യമുള്ള ഒരാളായി മാറുകയൊക്കെ ചെയ്യും. അതൊരു വലിയ പ്രക്രിയയാണ് കേട്ടോ. സാധാരണ ഒരുത്തനെ സന്യാസിയാക്കുക എന്നുള്ള കാര്യം ശരിയാവത്തില്ല. പക്ഷേ ശ്വസനം ഒന്ന് നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരാൾ നമ്മൾ ചെറുതായിട്ട് ആ പ്രാണായാമം അല്ലെങ്കിൽ സുദർശനക്രിയ എന്ന് അദ്ദേഹം പേരിട്ട് വിളിക്കുന്ന ഈ സംഗതി നമ്മൾ ചെയ്യാതെ ഒരു യോഗയുടെ ഒരു ഭാഗമായിട്ട് കരുതാം. മാത്രമല്ല കുറേയും കൂടി വിപുലമായിട്ട് നമ്മൾ ആലോചിച്ചാൽ അതൊരു ധ്യാനവും തപസ്സും, ഒരു ചെറിയ തപസ് അതിലടങ്ങിയിട്ടുണ്ട്. ഈ തപസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധാരണ വ്യവഹാരത്തിലെടുക്കുമ്പോൾ മഹർഷിമാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാണല്ലോ കരുതുക. അതുപോലെ സംഗീതജ്ഞന്മാർക്ക് സാധകം ഉണ്ട്, ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. സാധാരണ മനുഷ്യർക്കും ചെറിയ തോതിലൊരു തപസ്സാകാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് അവൻ അറിയാതെ അവനെ ശീലിപ്പിക്കുകയാണ്. പിന്നെ ലാർജർ വലിയ കാര്യങ്ങൾക്ക് ഒരാളെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണത്. കൂടുതൽ 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 വലിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു സംഭവമാണത്. മനസ്സ് ക്ലീൻ ആവുക എന്നുള്ളതാണല്ലോ സമൂഹവും ശുദ്ധം ആകാനായിട്ട് വേണ്ടത്. ധാരാളം വെറുപ്പുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കേണ്ടതുണ്ട്. ശ്രീ രവിശങ്കറിനെ പോലുള്ളവർ ധാരാളമായിട്ട് ഇവിടെ വരേണ്ട സാഹചര്യവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണ ഇവിടെ വന്നിട്ട് കേരളം മെഡിറ്റേറ്റ്സ് വിത്ത് ഗുരു എന്നാണ് ആ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ വിഷയം ടൈംലെസ് വിസ്ഡം എന്നുള്ളതാണ്, അല്ലേ? കാലാധിവർത്തിയായ ജ്ഞാനം എന്ന് നമുക്ക് മലയാളത്തിലേക്ക് പരിഭാഷ. സാറ് പറയുന്നത് ശ്രീ രവിശങ്കർ ഈ ലോകത്തിനും കേരളത്തിനും ഒക്കെ ആവശ്യമാണ്. അപ്പം എന്തായാലും അദ്ദേഹം 3 ദിവസം മഹാഗുരു ഏതായാലും അദ്ദേഹം 3 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തുണ്ടായിരുന്നു, അവിടെ യുവാക്കളുമായിട്ട് സംവദിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ന് അദ്ദേഹം കാണുന്നുണ്ട്. ഇന്ന് കൊച്ചിയിലുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കോഴിക്കോടായിരുന്നു. അവിടെ 10,000 പ്രമുഖ വ്യക്തികളെ കണ്ടു സംസാരിച്ചു. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, സന്യാസിമാരെ പുച്ഛിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സന്യാസിമാർ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ലക്ഷങ്ങൾ മുടക്കി 10,000, 1,000, 5,000 പേരെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ആരുടെയും പ്രേരണയില്ലാതെ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ ലക്ഷങ്ങൾ തഴിച്ചു കൂടുന്ന മാതാമൃതാനന്ദമയും ശ്രീ രവിശങ്കറും അല്ലെങ്കിൽ പണ്ടത്തെ ശ്രീനാരായണ ഗുരുവും ഒക്കെ വിശേഷപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. ആ വ്യക്തിത്വത്തെയും അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യത്തെയും പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി വളരെ കൂടുതൽ ആൾക്കാർ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് ആ വിശിഷ്ട വ്യക്തികളെ നമുക്ക് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. ആത്മീയതയാണ് അടിത്തറ, കാപട്യമല്ല. അതാണ് സന്ദേശം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.